സഞ്ചരിക്കുന്ന ക്രമറ്റോറിയം ചിതാഗ്നി എന്നാണ് പേര്. ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തുകയാണ്. തൃശ്ശൂർ മുണ്ടൂർ സ്വദേശിയ ബിജുവാണ് 30,000 പ്രൊഡക്റ്റുകൾ ഇതുപോലെ ഉണ്ടാക്കുന്നത്. അതിലൊരു പ്രൊഡക്റ്റാണ് ചിതാഗ്നി എന്ന് പറയുന്നത്. രാജ്യത്തേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 100-ലധികം മെഷീൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്താ? ഈ മെഷീൻ ഇത് നമുക്കൊരു 35-40 മിനിറ്റുള്ള ഒരു ബോഡി കത്തി തീരും. 120 കിലോ വെയിറ്റുള്ള ബോഡി കത്തി തീർന്നാൽ നമുക്കൊരു 50 ഗ്രാം ചാരം കിട്ടും ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 400 രൂപയ്ക്ക് താഴെ. ഒരു 10 കിലോ ഗ്യാസാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. ഒരു അര ലിറ്റർ പെട്രോൾ, അതായത് ഈ ജനറേറ്റർ ഓടിക്കാനുള്ള ഒരു 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ ഒരു 500 രൂപയുള്ള എല്ലാ ചിലവും കഴിഞ്ഞൊരു ബോഡി കത്തി തീർത്ത് കൊടുക്കാം. അത് വീട്ടിൽ പോയി നമുക്ക് കത്തിച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം എങ്ങനെയായിരുന്നു? ഇത് ഞാൻ കോവിഡ് സമയത്ത് തുടങ്ങി വെച്ചൊരു കണ്ടുപിടുത്തമാണ്. അത് നമ്മൾ ആദ്യം അതിൻ്റെ മെഷീനെല്ലാം സേവാഭാരിക്കാണ് വിറ്റിരുന്നത്. ആ മെഷീൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് 2.5 മണിക്കൂറും 40 കിലോ ഗ്യാസാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊരു ഡോക്ടർ വന്നിട്ടാണ് നമ്മളോട് അത് ആ ടൈമിങ് മാറ്റണമെന്നും ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നും പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ അത് വീണ്ടും ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ആ മെഷീൻ നമ്മൾ 1 മണിക്കൂറും 15 കിലോ ഗ്യാസിലേക്കും ഡെവലപ്പ് ചെയ്തു. ആ മെഷീൻ ഓൾറെഡി ഇപ്പോൾ ഈ റോഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ BBC ന്യൂസ് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത മെഷീൻ നമ്മൾ വിജയവാഡ വിശാഖപട്ടണം നമുക്ക് ഓർഡർ വന്നത്. അത് അവർ പറഞ്ഞതുപോലെ നമുക്കൊരു 45 മിനിറ്റ് 10 കിലോ ഗ്യാസിൽ ഒതുക്കണമെന്ന് പറഞ്ഞു. അത് അടുത്ത ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ പുതിയ മെഷീൻ 35 മിനിറ്റിൽ കത്തി തീരും. ഇപ്പോൾ കേരളത്തിലൊക്കെ മതസാമുദായിക സംഘടനകൾ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതുപോലെ വലിയൊരു ബൾക്ക് ഓർഡർ വേണം. നിലവിൽ ഇപ്പോൾ ഓൾറെഡി പഞ്ചായത്തുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള ഗവൺമെൻറ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി SNDP സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സംഘടനകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു എത്ര ലക്ഷം രൂപ വരും? മൊത്തം ഒരു 25 ലക്ഷം രൂപയോളം ചെലവ് വരും ഒരു മെഷീൻ ഇംപ്ലിമെന്റ് തരാനായിട്ട്. ഇപ്പോൾ ബിജുവിൻ്റെ ഈ കണ്ടുപിടുത്തം രാജ്യത്തൊട്ടാകെ എല്ലായിടത്തേക്കും ആവശ്യക്കാർ ഉണ്ട്, വിളി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 100ഓളം മെഷീൻസാണ്, ഇതുപോലെ സഞ്ചരിക്കുന്ന ക്രമറ്റോറിയമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 40 മിനിറ്റിൽ താഴെ മതി എന്നുള്ളതാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ. യാതൊരു തരത്തിലും ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുമേ തൊടാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെയാണ് ഇതിന് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ചിതാഗ്നി എന്ന് പറയുന്ന ഈ ഒരു കണ്ടുപിടുത്തം അത് തൃശ്ശൂർ മുണ്ടൂരിൽ നിന്നുള്ളൊരു സാധാരണക്കാരൻ അത് എത്രത്തോളം വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.